ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വേവിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സ്ലിംഗി ഒരു ടേബിളിൽ വെക്കുക. അതിന്റെ രണ്ടറ്റവും സ്ട്രെച്ച് ചെയ്യുക. ഒരറ്റം മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഫോം ആ സ്ലിംഗിയിൽ ഉണ്ടാകും. അതിനുശേഷം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യിക്കുക. അതായത് സ്ലിംഗി മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിക്കുന്നതിന്റെ സ്പീഡ് കൂട്ടുക. ആ വേവ് ഫോമിന്റെ ഫ്രീക്വൻസിക്കും വേവ് ലെങ്തിനും എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് എന്ന് ഒബ്സർവ് ചെയ്യുക. ഫിഗർ 1.14 എയിലും ഫിഗർ 1.14 ബിയിലും രണ്ട് വേവ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു മീഡിയത്തിലൂടെ ഒരേ ടൈം ഇന്റർവെല്ലിൽ കടന്നു പോകുന്ന രണ്ട് വേവ്സ് ആണവ. രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഈ രണ്ട് വേവ്സിന്റെയും വേവ് ലെങ്തും ഫ്രീക്വൻസിയും എത്ര വരും എന്ന് നോക്കാം. ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്. എ 1 ആണ്, ബി എന്ന് പറയുന്നത് 5 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് 5 - 1 ദാറ്റ് ഈസ് 4. സോ വേവ് ലെങ്ത് ആദ്യത്തെ ഫിഗറിൻ്റെത് 4 മീറ്റർ ആണ്. ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലിരിക്കുന്ന രണ്ട് കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു വേവ് ആണ്, ഇത് രണ്ടാമത്തെ വേവ് ആണ്. ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളും ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളും ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലാണ്. അത് രണ്ടും കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസുമാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കിയാലും നമുക്ക് വേവ് ലെങ്ത് കിട്ടും. അതായത് ഒരു വേവിന്റെ ലെങ്ത് എടുത്താലും വേവ് ലെങ്ത് കിട്ടും. ആ രീതിയിൽ നോക്കുമായിരിക്കും എളുപ്പം. ഇവിടെ ഇതൊരു കംപ്ലീറ്റ് വേവ് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 4 ആണ്. യൂണിറ്റ് മീറ്റർ ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 4 മീറ്റർ. ഫിഗർ 1.14 ബിയില് കാണിച്ചിരിക്കുന്ന വേവിന്റെ വേവ് ലെങ്ത് നോക്കാം. ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് എടുത്താൽ വേവ് ലെങ്ത് കിട്ടും. അതായത് ഇവിടെ 2 മീറ്റർ ആണ്. ഈ രണ്ട് വേവ്സും 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതായിട്ടാണ് ഈ ഗ്രാഫുകളിൽ കാണിച്ചിരിക്കുന്നത്. ഈ 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ 1 സെക്കൻഡ് ആണ് എടുത്തതെന്ന് വിചാരിക്കുക. ഈ രണ്ട് കേസിലെയും വേവിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് എന്നുള്ളതാണ്. 1 സൈക്കിൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വേവ് ആണ്. ഇവിടെ ആകെ എത്ര സൈക്കിൾസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടം വരെ ഒരു സൈക്കിൾ, 2 സൈക്കിൾസ്, 3 സൈക്കിൾസ്. സോ ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി 3 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 3 ഹെർട്സ് ആണ്. രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കാം. ഇവിടം വരെ ഒരു സൈക്കിൾ, ഇവിടെ വരെ 2 സൈക്കിൾ, ഇവിടെ ആകുമ്പോൾ 3 സൈക്കിൾസ് ആകും, 4 സൈക്കിൾസ്, 5 സൈക്കിൾസ്, 6 സൈക്കിൾസ്. 6 സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 6 ഹെർട്സ് ആണ് രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇൻ ഫിഗർ 1.14 എ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് 4 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ 1.14 ബി? രണ്ടാമത്തെ വേവിന്റെ വേവ് ലെങ്ത് 2 മീറ്റർ ആണ്. In figure 1.14 A, if both the waves take 1 second to travel a distance of 12 meter, what is the frequency of the wave? ഒന്നാമത്തെ വേവിന്റെ ഫ്രീക്വൻസി 3 ഹെർട്സ് ആണ്. In figure 1.14 B, what is the frequency of the wave? രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി 6 ഹെർട്സ് ആണ്. Which wave has a longer wavelength? വേവ് ലെങ്ത് കൂടുതൽ ഒന്നാമത്തെ ഫിഗറിലെ വേവിനാണ്. സോ വേവ് ഇൻ ഫിഗർ എ. വിച്ച് വേവ് ഹാസ് എ ഹയർ ഫ്രീക്വൻസി?
ഫ്രീക്വൻസി കൂടുതൽ രണ്ടാമത്തെ വേവിനാണ്. വേവ് ഇൻ ഫിഗർ ബി. What is the relation between wavelength and frequency? Frequency is inversely proportional to wavelength, or wavelength is inversely proportional to frequency. രണ്ട് വേവ്സും 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 1 സെക്കൻഡ് ആണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 1 സെക്കൻഡ് ഈസ് സ്പീഡ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് വേവ്സിന്റെയും സ്പീഡ് സെയിം ആണ്. When the speed is constant, frequency of the wave is inversely proportional to the wavelength, or f is proportional to 1 by lambda, or f is inversely proportional to lambda. അടുത്തതായിട്ട് സ്പീഡ് ഓഫ് വേവും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഫിഗർ 1.15 ഒരു വേവ് കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? ഈ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് ആണ്, അതായത് 2 മീറ്റർ. ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നിരിക്കുന്നത് കൊണ്ടാണ് 2 മീറ്റർ എന്ന് എഴുതിയത്. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഇഫ് ദ വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് എ ഫ്രം ഒ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി എഫ്? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. സോ ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസിൽ എത്ര സൈക്കിൾസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇവിടം വരെ ഒരു സൈക്കിൾ, 2 സൈക്കിൾസ്, 3 സൈക്കിൾസ്. സോ 3 സൈക്കിൾസ് പെർ സെക്കൻഡ്, ഓർ 3 ഹെർട്സ് ഈസ് ദ ഫ്രീക്വൻസി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Isn't the speed of a wave the distance traveled by it in 1 second? What is the speed of the wave v? Speed of the wave is the distance traveled by the wave in 1 second, or speed is equal to distance divided by time. ഇവിടുത്തെ ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്, ടൈം 1 സെക്കൻഡ് ആണ്. സോ 6 മീറ്റർ ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ സ്പീഡ് ഓഫ് ദ വേവ് ഈസ് 6 meter per second. So lambda is 2 meter, frequency is 3 hertz, speed of wave is 6 meter per second. അതായത് ഒരു വേവിന്റെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ വേവിന്റെ സ്പീഡ് കിട്ടും. സോ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഈക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The state of the particles in a wave at a particular time is depicted in the figure. A. How many crusts are there in the figure? ഇവിടെ 3 ക്രസ്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. So the answer is 3. രണ്ടാമത്തെ പാർട്ട് നോക്കുക. How many troughs are there? 3 troughs ആണുള്ളത്. So answer is 3. C പാർട്ട് നോക്കുക. What is the wavelength? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകളോ 2 കോൺസിക്യൂട്ടീവ് ട്രഫുകളോ തമ്മിലുള്ള അകലമാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് ആണ്. അത് 8 മീറ്റർ ആണ്. സോ 8 മീറ്റർ ഈസ് ദ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് traveling at a speed of 350 meter per second in the air is 35 hertz. A. What is the distance between 2 consecutive compressions of the wave? B. What about the distance between 2 consecutive rarefactions? ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് ആദ്യം എഴുതാം. Speed of the wave is 350 meter per second. So V is equal to 350 meter per second. Frequency f is equal to 35 hertz. ആദ്യത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ആണ്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. സോ വേവ് ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. V is equal to f lambda. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ്. സോ ലാംഡ മാത്രം ഒരു സൈഡിൽ കിടന്നാൽ മതി. അതിന്റെ കൂടെ കിടക്കുന്ന വേരിയബിളിനെ ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുവരണം. ആ വേരിയബിള് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലാണ്. ലാംഡ ഈസ് ഈക്വൽ ടു V by F എന്നായിരിക്കും കിട്ടുന്നത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
V is equal to 350 meter per second, F is equal to 35. So 350 divided by 35 is equal to 10. Lambda unit meter. So 10 meter is the value of lambda, or the distance between two consecutive compressions. B part നോക്കുക. What about the distance between two consecutive rarefactions? Two consecutive rarefactions തമ്മിലുള്ള ഡിസ്റ്റൻസിനും ലാംഡ എന്ന് തന്നെയാണ് പറയുന്നത്. സോ അതിന്റെ ആൻസറും 10 മീറ്റർ തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. So F is equal to 175 Hz. Lambda is equal to 2 meter. B ആണ് കണ്ടുപിടിക്കുന്നത്. So B is equal to F lambda. F is equal to 175 Hz. Lambda is equal to 2 meter. So B is equal to 175 into 2 is equal to 350 meter per second. സൗണ്ടും ലൈറ്റും വേവ്സ് ആണ്. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, സൗണ്ടും റിഫ്ലക്ട് ചെയ്യുമോ? അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.